അടൂർ പ്രകാശിന് പണിപാളി. SITയുടെ അന്വേഷണം സോണിയ ഗാന്ധിയിലേക്ക്. അടൂർ പ്രകാശ് സ്വയം രക്ഷപ്പെടാൻ നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി മാറി. രാജ്യസഭാ എം പി CPMന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസാണ് അടൂർ പ്രകാശിനെ പൊളിച്ചടുക്കിയതെന്ന് വെച്ചാൽ അത് ചില്ലറ പൊളിച്ചെടുക്കൽ ഒന്നുമായിരുന്നില്ല. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയെ കാണുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്നതുമായ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ ആ ചിത്രങ്ങൾക്കപ്പുറം മറ്റൊരു ചിത്രം കൂടിയുണ്ട് എന്ന് ജോൺ ബ്രിട്ടാസ് മാധ്യമ പ്രവർത്തകരോട് തെളിയിച്ചു. സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കാൻ അടൂർ പ്രകാശ് തിടുക്കപ്പെട്ടു പോയപ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ SIT അന്വേഷിക്കുന്ന ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഒപ്പം ഉണ്ടായിരുന്നു. ഇതോടുകൂടി അടൂർ പ്രകാശിൻ്റെ കാറ്റ് പോയിരിക്കുകയാണ്. പാലക്കാട് വെച്ച് നടന്ന പത്രസമ്മേളനത്തിലാണ് അടൂർ പ്രകാശ് പറഞ്ഞത് CPMന്റെയും BJPയുടെയും ബ്രിഡ്ജായി, അതായത് CPMന്റെയും BJPയുടെയും പാലമായി പ്രവർത്തിക്കുന്ന ഒരു MPക്ക് ഇതിൽ പങ്കുണ്ടെന്ന്. ആ MP ആരാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞില്ലെങ്കിലും അത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറായി. മറുപടി കൊടുത്തപ്പോൾ അത് ഒന്നൊന്നര മറുപടിയായിപ്പോയി. ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും അടൂർ പ്രകാശിനോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയുടെ വലിയ സുരക്ഷയുള്ള വസതിയിൽ ഉണ്ടായിരുന്നു. ഇവർ എങ്ങനെ അവിടെ എത്തി? ഈ ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് പത്രപ്രവർത്തകരോട് ചോദിച്ചത്. മാത്രമല്ല, സോണിയാഗാന്ധിയെ താൻ പ്രതിക്കൂട്ടിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷേ സത്യമായി തന്നെ വരണമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞതോടുകൂടി അടൂർ പ്രകാശിൻ്റെ നാവറ്റിരിക്കുകയാണ്. അടൂർ പ്രകാശിന് ഇനി ഇതിന് മറുപടി പറയേണ്ടി വരും. ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ്. ഇവർ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗജഫ്രാഡായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിക്ക് മുമ്പിലെത്തി? ഇവർ എങ്ങനെ സോണിയാഗാന്ധിയുമായി സൗഹൃദം സ്ഥാപിച്ചു? ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന്. അത് അടൂർ പ്രകാശാണ്. അത് അടൂർ പ്രകാശും ആന്റണിയുമാണ്. അടൂർ പ്രകാശ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാമെന്നും സോണിയാഗാന്ധിയെ കാണാൻ പോയപ്പോൾ താൻ കൂടെ പോയെന്നും ഒക്കെയാണ്. പല പ്രാവശ്യം വാക്കുകൾ മാറ്റി പറഞ്ഞു അടൂർ പ്രകാശ്. അടൂർ പ്രകാശിൻ്റെ വാക്കുകളിലെ മാറ്റം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയാൻ അടൂർ പ്രകാശിന് കഴിയാതെ പോയി. സോണിയാഗാന്ധി ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ് അടൂർ പ്രകാശ് കാരണം. പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി ഗാനമൊക്കെ പാർലമെന്റിന് മുമ്പിൽ കോൺഗ്രസ് MPമാർ ആലപിച്ചു. പക്ഷെ ഇപ്പോൾ ആകെ മൊത്തം ആപ്പിലായിരിക്കുന്നത് കോൺഗ്രസ് MPമാരാണ്. അടൂർ പ്രകാശ് സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ ബെല്ലാരി ഗോവർദ്ധൻ, സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും എങ്ങനെ അവരോടൊപ്പം ഉണ്ടായിരുന്നു? ഈ ചിത്രങ്ങളാണ് ജോൺ ബ്രിട്ടാസ് പങ്കുവച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ AI സാങ്കേതിക മിടുക്കുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പറയുന്നതെങ്കിൽ അടൂർ പ്രകാശിന് നിയമ നടപടി സ്വീകരിക്കാമെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ജോൺ ബ്രിട്ടാസ് മലർത്തി അടിച്ചിരിക്കുന്നു അടൂർ പ്രകാശിനെ. അടൂർ പ്രകാശ് വലിയ ബിസിനസ്സുകാരനാണ്, വലിയ രാഷ്ട്രീയക്കാരനാണ്, UDFന്റെ കൺവീനറാണ്. പക്ഷേ UDFന്റെ കൺവീനറാകാൻ താൻ ഒട്ടും യോഗ്യനല്ലെന്ന് ഇതിലൂടെ അടൂർ പ്രകാശ് തെളിയിച്ചു. ഇപ്പോൾ അടൂർ പ്രകാശ് ഒറ്റി കൊടുത്തിരിക്കുന്നത് സോണിയാഗാന്ധിയെയാണ്. സോണിയാഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവിനെയാണ്. സോണിയാഗാന്ധി ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയുമായുള്ള ബന്ധം എന്തെന്ന് തെളിയിക്കേണ്ടി വരും. സോണിയാഗാന്ധിയുടെ മൊഴിയെടുക്കാൻ SITക്ക് നിഷ്പ്രയാസം സാധിക്കും. കാരണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് SIT നീങ്ങുന്നത്. ഇതോടുകൂടി അടൂർ പ്രകാശിൻ്റെ അടപ്പ് ഇളകിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് കാരണമാണ് സോണിയാഗാന്ധി കുടുങ്ങിയതെന്ന ചിന്താഗതി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിലുണ്ട്.
തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണമാണ് ജോൺ ബ്രിട്ടാസ് MP പൊളിച്ച് അടുക്കിയത്. ഇനി അന്വേഷണ സംഘം സോണിയാഗാന്ധിയുടെ മൊഴിയെടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അന്വേഷണ സംഘം സോണിയാഗാന്ധിയുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമായി മാറും. ഈ ക്ഷീണം വരുത്തി വെച്ചത് അടൂർ പ്രകാശ് തന്നെയാണ്. പലപ്പോഴും പലത് പറയുന്ന നേതാവാണ് അടൂർ പ്രകാശ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പലത് പറയുന്ന നേതാവാണ് അടൂർ പ്രകാശ്. അടൂർ പ്രകാശിനെ UDF കൺവീനറാക്കിയപ്പോൾ തന്നെ UDFിലെ കോൺഗ്രസിലെ പ്രബല നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ അടൂർ പ്രകാശ് ഒരു മുതലാളിയെ പോലെ, അദ്ദേഹത്തിന് ബാറുകളും മറ്റ് ബിസിനസ്സുകളും ഒക്കെയുണ്ട്, ഒരു മുതലാളിയെ പോലെ UDFിനെ നിയന്ത്രിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു കളഞ്ഞു അടൂർ പ്രകാശ്. ഇപ്പോൾ അതിജീവിതയുടെ ഭർത്താവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ദിലീപ് നിഷ്കളങ്കനാണെന്ന് പറഞ്ഞു കളഞ്ഞു അടൂർ പ്രകാശ്. ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ ദിലീപ് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് തേരാപാര നടന്നു അടൂർ പ്രകാശ്. ഒടുവിൽ KPCCക്ക് അത് തിരുത്തേണ്ടി വന്നു. ഇതിപ്പോൾ KPCCക്കും തിരുത്താൻ പറ്റാത്ത സംഭവമായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടാസിനെ ചൊറിയാൻ പോയി അത് തീക്കൊള്ളി കൊണ്ടുള്ള ചൊറിയലാണെന്ന്, അല്ലെങ്കിൽ തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണെന്ന് അടൂർ പ്രകാശ് ഒരിക്കലും കരുതിയിരുന്നില്ല. ബ്രിട്ടാസ് ഒരു ജേർണലിസ്റ്റിൻ്റെ മനോഭാവത്തിൽ തന്നെ അടൂർ പ്രകാശിനെ പൊളിച്ചടക്കി. ബ്രിട്ടാസിൻ്റെ ഈ മാധ്യമങ്ങളോട് ബ്രിട്ടാസ് പറഞ്ഞ ഈ വാക്കുകൾ പൂഴ്ത്തിവെക്കാനാണ് മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ശ്രമിക്കുന്നത്. കൈരളി TV മാത്രമാണ് ബ്രിട്ടാസിൻ്റെ മാധ്യമ സമ്മേളനം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് ബ്രിട്ടാസ് പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തത്. മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇതിൽ നിന്ന് വ്യക്തമാണ്. വെനസ്വലയുടെ പ്രശ്നങ്ങളും മറ്റ് മറ്റ് പൈങ്കിളി കഥകളും ഒക്കെ അച്ചടിക്കുന്ന CPI-CPM തർക്കം വലിയ സംഭവമായി കൊണ്ടു നടക്കുന്ന മാധ്യമങ്ങൾ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകൾ തള്ളിക്കളയുന്നതിൽ തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് വ്യക്തമാണ്. ബെല്ലാരി ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളാണ്. ഇവർ എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം എത്തി? ഈ ചോദ്യമാണ് ജോൺ ബ്രിട്ടാസ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിന് വലിയ അന്തരാർത്ഥങ്ങൾ ഉണ്ട്. കൃത്യമായി ജോൺ ബ്രിട്ടാസ് അടൂർ പ്രകാശിൻ്റെ പത്തി നോക്കി അടിച്ചിരിക്കുന്നു. നിരന്തരം മൊഴിമാറ്റുന്ന, അല്ലെങ്കിൽ നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പലതും പറയുന്ന അടൂർ പ്രകാശ് ഇപ്പോൾ ആപ്പിലായിരിക്കുകയാണ്. അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ ശത്രുവാണോ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ പരസ്പരം ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ബെല്ലാരി ഗോവർദ്ധൻ കർണാടക ബേസിലാക്കിയിട്ടുള്ള സ്വർണ്ണ വ്യാപാരിയാണ്. അയാൾ കള്ളക്കടത്തുകാരനാണെന്ന് SIT കണ്ടെത്തി. പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത്. ആ ചിത്രമാണ് ജോൺ ബ്രിട്ടാസ് പങ്കുവച്ചത്. അവരോടൊപ്പം അങ്ങനെ മെഴുകി രസിക്കുന്ന അടൂർ പ്രകാശിൻ്റെ ചിത്രവും. അടൂർ പ്രകാശ് കാരണം സോണിയാഗാന്ധി കുരുക്കിലായി, കോൺഗ്രസും.